അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംസ്ഥയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ ജനബാഹുല്യമാണ് കരുവള്ളൂർ മുഹീദ്ദീൻ ഹൈവേ മസ്ജിദിൽ ഈ കാണുന്ന കാഴ്ച. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ആളുകൾ കൂടുന്നത് എന്ന് ഇവിടുത്തെ കമ്മിറ്റിക്കാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇന്ന് സുബഹിക്ക് ഒരുപാട് വാഹന വ്യൂഹങ്ങളും അതുപോലെ തന്നെ സുബഹിക്ക് 5 പ്രാവശ്യമായിട്ടാണ് സുബഹി നിസ്കരിച്ചത്. അത്രയും ജനബാഹുല്യം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ചായയും അതുപോലെ എല്ലാം ഇവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസീർ ഖാൻ്റെ നേതൃത്വത്തിലായിരുന്നു അത് നടന്നിരുന്നത്. കമ്മിറ്റിക്കാർ, സെക്രട്ടറി, അതുപോലെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ സമസ്തയുടെ സമ്മേളനത്തിന് വേണ്ടി പല നാടിൽ നിന്നും വന്നവരാണ് ഈ കാണുന്നത്. അവർ ഒരുപാട് സമയം യാത്ര ചെയ്ത് അതിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറുകയും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ചയാണ്. ചായയും ഇവിടെ നല്ല സ്വീകരണമൊക്കെ ആയിരുന്നു. അള്ളാഹു ഇതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദാവൂദിലും നിസ്കരിക്കാനും, ഇത് 4-മത്തെയോ 5-മത്തെയോ നിസ്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ജനങ്ങൾ ഇവിടെ കൂടി. എവിടെ നിന്നാണ്? നാട്ടിൽ നിന്ന്? പാലക്കാട്. അവിടെ കൊപ്പം. എൻ്റെ നാട് പാലക്കാടാണ്. എവിടെ നാട്? അസ്സലാമു അലൈക്കും. നാട്ടിലെവിടെയാണ്? പാലക്കാട്. എവിടെ? പാലക്കാട്. മലപ്പുറം. ചായക്ക് ഉഷാറല്ലേ? കരുവള്ളൂർ ജുമാ മസ്ജിദാണ്. റാത്തായില്ലേ യാത്രയൊക്കെ? എല്ലാവരും മലപ്പുറം എവിടെ? മേലാറ്റൂർ. മാഷാ അല്ലാഹ്. നിറയെ ആളുണ്ടായിരുന്നു അല്ലേ യാത്ര? 10 ബസ്. 10 അല്ല, 16. ഇവിടെ 10. എല്ലാവർക്കും ചായയൊക്കെ എത്തിയില്ലേ? മാഷാ അല്ലാഹ്. ചായ നമ്മുടെ ജസീർക്കാണ് ചായ എല്ലാവർക്കും. മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൊണ്ടോട്ടെ. നീ തരും ഔദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി മൺകൂനയാവാൻ നിമിഷം മതി. കാരുണ്യപേമാരി ചെയ്യാതിരുന്നാലും സൃഷ്ടികൾക്കെന്താണ് ഏറെ വഴി. കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ മാത്രമാണല്ലോ ഏകകണി. അതുള്ള ഞങ്ങൾക്കു നീ മതി. എവിടെ നിന്നാണ്? സാർ പേരെന്താണ്? നാടവിടെ? പട്ടാമ്പിയിലെ. പട്ടാമ്പി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നിങ്ങളെന്ത് ആയിരിക്കും? അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവായു. അവധിയെടുത്തു മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവായു. അവധിയെടുത്തു മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. ജ്ഞാനപ്രഭാവം
അഴകൊരു താരം നമ്മളിലാർക്കു സമാനം ഇനിയുണ്ടോ ഹബീബിനെ പോലൊരു ജന്മം ആയിരം സൂര്യൻ പൊന്നിച്ചുദിച്ചാലും അരത്ത് ചേരാൻ ആയിരം സൂര്യൻ പൊന്നിച്ചുദിച്ചാലും പ്രതീക്ഷയില്ലായി വന്നോര് പ്രപഞ്ചമുണ്ടെങ്കിൽ നൂറിൻ ജ്യോതി മണ്ണിലുണ്ടോ ഹബീബിനെ പോലൊരു എവിടെ സ്ഥലം എവിടെയാണ്? നിലറ്റൂർ. ഭക്ഷണമൊക്കെ അവിടെ നിന്ന് നിലക്കാത്ത കാലങ്ങൾ കേട്ടിടുന്നോരും ഇസ്മെന്നും നിമിഷങ്ങൾ ബാങ്കുലി ഭൂവിൽ കരുവള്ളൂർ ജുമാ മസ്ജിദാണ്. ചായയൊക്കെ നേരത്തെ പാൽ ചായ ഉണ്ടായിരുന്നു, പാല് കഴിഞ്ഞത്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് ഉൾപ്പെടും. ഹബീബേകും സുഖമുണ്ട് ഹദാശരായി നാമലയുമ്പോൾ പ്രതീക്ഷയായി നബിയുണ്ട് അഗാധമായി ഇഷ്കറിയുമ്പോൾ ഹബീബേകും സുഖമുണ്ട് ആ കരമുണ്ട് പ്രഭാവം അഹദിന്റെ വരദാനം അഴകിന്റെ അഴകൊരു താരം നമ്മളിലാർക്കു ഹബീബിനെ പോലൊരു ആനന്ദമജ്ഞാന പ്രഭാവം